ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞാൽ ഒരു ഔട്ടിംഗ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. റോബോട്ടിക് ഷോ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ, അമ്മ, അനിയത്തിയും കൂടെയാണ് പോകുന്നത്. എൻട്രൻസ് ഫീസ് 100 രൂപയാണ്. അത് ടിക്കറ്റിന് ഒരാൾക്ക് കേട്ടോ. അപ്പോൾ ഫസ്റ്റിന് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ജുറാസിക് വേൾഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഡിനോസേഴ്സും അങ്ങനെ കുറച്ച് ഇതൊക്കെ ആയിരുന്നു. നല്ല വലിയ ഡിനോസറും സൗണ്ട് എഫക്റ്റൊക്കെ ഇട്ടാൽ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമായിരുന്നു ഫസ്റ്റ് തന്നെ. പിന്നെയെന്ന് പറഞ്ഞാൽ മൂങ്ങ അങ്ങനെ കുറച്ചുള്ള ബേർഡ്സും അതൊക്കെ ആയിരുന്നു. ബേർഡ്സിൻ്റെയും ഡിനോസേഴ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതെന്ന് പറഞ്ഞാൽ റോബോട്ടിൻ്റെയാണ്. അപ്പോൾ ആൽഫി റോബോട്ടിനെ കണ്ടപ്പോൾ തന്നെ വേഗം ഓടി അങ്ങോട്ട് പോവാണ്. റോബോട്ടിക് ഡോഗ് അടിപൊളിയായിരുന്നു. നമുക്ക് ഷെയ്ക്കാനൊക്കെ തരുന്നില്ല, അടിപൊളിയായിട്ട് പിള്ളേരെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട്. ഹായൊക്കെ കൊടുക്കുന്നുണ്ട്, ഷെയ്ക്കാനും ഒക്കെ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഡോഗ് റോബോട്ടിനെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് നല്ല രസമായിരുന്നു. ആൽഫി ഷെയ്ക്കാനൊക്കെ കൊടുത്തിരുന്നത് റോബോട്ടിക് ഡോഗ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആൽഫി കൈയൊക്കെ കൊട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് ഹ്യൂമൻ റോബോട്ടിനാണ്. ഹ്യൂമൻ റോബോട്ട് ഇപ്പോൾ എല്ലാവരുടെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൽഫി ഞാനും കൂടെ ഷെയ്ക്കാനും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൽഫി കുറയുന്ന റോബോട്ട് ഇങ്ങനെ ഷെയ്ക്കാനും എടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോംസ് തിയേറ്ററാണ്. അടിപൊളിയാണ്, സെറ്റാണ്. നമ്മളെ ആ ഒരു വേൾഡിലേക്ക് കൊണ്ടുപോകുന്നത് വളരെ അടിപൊളി സെറ്റൊക്കെ ഉള്ളതാണ്. നല്ല ഭംഗിയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസും അങ്ങനെ സംഭവങ്ങളൊക്കെയാണ്. ഇത് മാറി സൗണ്ട് എഫക്ട്സും എല്ലാം ഇങ്ങനെ മാറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൽഫിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡോംസ് തിയേറ്റർ. അത് കഴിഞ്ഞ് ഹാർട്ട് വന്നപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി, കൈയൊക്കെ കൊട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു ഹാർട്ട്സും വലിയ ഒരു മീഡിയം സൈസിലെ ഹാർട്ടൊക്കെ കുഞ്ഞു ടൈപ്പ് ഓഫ് സംഭവമായിരുന്നു. ആൽഫി ഇങ്ങനെ ഹാർട്ട്സിൻ്റെ പോലെ ഇങ്ങനെ നടക്കുമായിരുന്നു. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, കടലിൻ്റെ അടുപ്പിലൂടെ ഇങ്ങനെ പോയി അതേ എഫക്റ്റും അതേ സൗണ്ടും എല്ലാം കൂടെ ആയിരുന്നു. ഇങ്ങനെ മീനിനൊക്കെ കണ്ടിങ്ങനെ ത്രില്ലടിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ നേരിട്ട് അവിടേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇങ്ങനൊരു ബ്ലാങ്ക് കണ്ടപ്പോൾ ഞാൻ ഓർത്തു നിന്ന് പോയത് കഴിഞ്ഞു വന്നു. അപ്പോഴാണ് ഒരു സംഭവം പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ ആള് കുഞ്ഞു പിള്ളേരൊക്കെ കിടന്നിങ്ങനെ കയറുകയായിരുന്നതിൽ അത് കഴിഞ്ഞതൊക്കെ എഴുതി കാണിച്ചിട്ട് വേറൊരു സംഭവത്തിലേക്ക് പോവാണ്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞു കടകളൊക്കെയാണ്. അപ്പോൾ കുഞ്ഞു ജിറാഫിൻ്റെ പെണ്ണ് കണ്ടോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിറച്ചും കടയായിരുന്നു. ഈ കടയിൽ നിന്ന് 2-3 സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ അടുത്തതിലേക്ക് നടന്നു തുടങ്ങിയത്.
ലിപ്സ്റ്റിക്ക് പോലെ തോന്നിക്കുന്ന ഒരു പെന്നാണ് ഇത്. ഭയങ്കര മിനി പെന്നാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ പെന്നായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ പഴയകാല മിഠായി എന്നൊക്കെ പറഞ്ഞ് കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാത്രത്തിൻ്റെ കട, പിന്നെ ബബിൾസിൻ്റെയൊക്കെ കട കണ്ടിട്ട് ആൽഫിക്ക് ബബിൾസ് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കളിക്കുമായിരുന്നു ആൽഫി. അവിടെ ഒരു ചാരകസേര കണ്ടപ്പോൾ ആൽഫിനെ അമ്മ അവിടെ ഇരുത്തി. അപ്പോൾ ആൽഫിക്ക് പേടിയായിട്ട് ഇങ്ങനെ ഇറങ്ങുമായിരുന്നു. ആൽഫിയുടെ കയ്യിലിരിക്കുന്ന ആൽഫിക്ക് വേണ്ടി വാങ്ങിച്ച പുതിയ കുടയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ വീണ്ടും വീണ്ടും കടകളൊക്കെ ആയിരുന്നു, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞാനും ആൽഫിയും അമ്മയും കൂടെ ഐസ്ക്രീംസൊക്കെ വാങ്ങിച്ച് കഴിച്ചു, റെഡ് വെൽവെറ്റ് ഫ്ലേവർ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.